ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ പുതിയ തലമുറയായ മക്കളോടൊരു കാര്യം പറയാനാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഴയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ ബീഡി വലിക്കും, മദ്യപിക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറേൻ്റെ അത്ര നമ്മുടെ തലമുറ അങ്ങോട്ട് പഴയ തലമുറ പോയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് വീട്ടുകാരെയൊക്കെ നല്ല പേടിയിലും ബഹുമാനത്തിലും ഒക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. ഇടയ്ക്ക് അവരെ കണ്ണ് വെട്ടിച്ച് ഒരു സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ ഇച്ചിരി ലഹരി മദ്യം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വല്ല നിശ്ചയമുണ്ട്. അതും 2ാം ക്ലാസ് 3ാം ക്ലാസ് അല്ല 4ാം ക്ലാസ് അത്ര ചെറിയ മക്കൾ വരെ ലഹരികൾ ഉപയോഗിക്കുന്നതാണ് ഇന്ന് നമ്മുടെ നാട്ടിലല്ലേ. അതിനൊരു കാരണം എന്താ, നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ മക്കളെ കേടാക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ലോകത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് മറ്റൊരു മുതലെടുപ്പാണെന്ന് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റൂലെന്ന് ഒരുവിധം എല്ലാ രാജ്യക്കാർക്കും അറിയാം. അതെൻ്റെ ഒരു നിഗമനാട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പം അവർ നോക്കുമ്പോൾ വേറെ ഒരു വഴിയും കാണുന്നില്ല. യുദ്ധത്തിൽ എന്താണെന്ന് നമ്മളെ തോൽപ്പിക്കാനില്ല. അപ്പോൾ അവർ കണ്ട പുതിയൊരു മാർഗ്ഗമാണ് ലഹരികൾ ഉപയോഗിച്ച്. അത് നമ്മുടെ ഇവിടെയുള്ള ലഹരിയൊന്നും അല്ല നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കേൾവി പോലും ഇല്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങളാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്. പേപ്പറായിട്ടോ സ്റ്റിക്കറായിട്ടോ എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതൊക്കെ വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞുമക്കളിലൂടെ കൊടുത്ത് അവരെ അതിനെ അടിമയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ തലമുറ മൊത്തം നാമാവശേഷമായി പോകും. കാരണം അവർക്ക് ഒന്നിനും കഴിവില്ലാതെ ഒന്നിനും പറ്റാത്തൊരു ലെവലിലേക്ക് നമ്മുടെ പുതിയ തലമുറ വരും. ഇന്ത്യയിലെ പുതിയ തലമുറകൾ, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഴിവുകളും ഒരുപാട് ഇതുള്ളൊരു രാജ്യമാണ്. എല്ലാവർക്കും ബുദ്ധിയിലാണേലും എന്തിലാണേലും എല്ലാം നല്ല മുകളിൽ നിൽക്കുന്ന മക്കളാണ് നമ്മുടെ ഇന്ത്യയിലുള്ള മക്കൾ. കണ്ടുപിടുത്തങ്ങളാണേലും എന്തുകൊണ്ടാണേലും അപ്പോൾ ആ തലമുറേനെ ഇല്ലാതാക്കുക, പിന്നെ ബുദ്ധിയിലാണേലും കഴിവിലാണേലും ഒക്കെ കളയുക എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പം മറ്റുള്ളവർ കണ്ടുപിടിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ. കാരണം ഈ കുഞ്ഞുമക്കളിലേക്ക് ഈ ലഹരി എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അവരൊരു ഇതാകുമ്പോഴേക്കും അവർക്ക് ലഹരി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അവർ ലഹരിക്ക് വേണ്ടി അവരെന്തും ചെയ്യും. അവർക്ക് പഠിക്കണമെന്നോ ജോലി വാങ്ങണമെന്നോ നല്ലതിലെത്തണം എന്നുള്ള ചിന്തയല്ല അവരിലേക്ക് വരിക. അവർക്ക് ഈ ലഹരി കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ചിന്തയിലേക്കാണ് നമ്മുടെ മക്കൾ. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ. നിങ്ങൾ നോക്കി നോക്ക്, പണ്ടൊക്കെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു കൊലയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വന്തം അച്ഛനെ മകൻ വെട്ടിക്കൊല്ലുന്നു, മകനെ അച്ഛൻ വെട്ടിക്കൊല്ലുന്നു, അമ്മേനെ വെട്ടിക്കൊല്ലുന്നു, എല്ലാം സ്വന്തം പെറ്റ തള്ള വരെ മക്കളെ എറിഞ്ഞു കൊല്ലുന്നു. ആ ഒരു ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ പണം, ഒന്ന് ലഹരി, ഒന്ന് പണം. പണം ഇല്ലാതെ വരുമ്പോൾ ഉള്ള പ്രശ്നം, പിന്നെ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ ഉള്ള പ്രശ്നം, ലഹരി പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അങ്ങനെ നമ്മുടെ പുതിയ തലമുറേനെ പാടേ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള മക്കളത് മനസ്സിലാക്കണം. നമ്മളെ പുതിയ തലമുറ നമ്മുടെ ഇന്ത്യയെ തന്നെ അടിച്ചമർത്താനുള്ളൊരു ഇതും കൊണ്ടാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ആരെന്ത് തന്നാലും നമ്മുടെ കൂടെയുള്ളവർ തന്നെയാണെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതിരിക്കുക, സ്വീകരിക്കാതിരിക്കുക, എന്നും നേർവഴി മാത്രം ചിന്തിക്കുക. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാതെ പറ്റിപ്പോയ തെറ്റാണെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ എല്ലാവരും, ഈ പറയുന്ന എൻ്റെ മക്കളാണേലും എല്ലാവരും, നമ്മളൊക്കെ മക്കളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു കുടുംബം, നല്ലൊരു സമൂഹം, നല്ലൊരു രാജ്യം, അതല്ലേ നമ്മുടെ എല്ലാവരെയും പ്രതീക്ഷ അല്ലേ. സമാധാനവും ശാന്തിയുമായിട്ട് ജീവിക്കണമെന്ന് മറ്റുള്ളവരോടൊക്കെ, സഹജീവികളോടാണേലും കൂടപ്പിറപ്പുകളോടാണേലും എല്ലാവരോടും സ്നേഹത്തോടെയും ഒത്തൊരുമയോടെയും കൂടെ പോകാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എൻ്റെ മനസ്സ് തോന്നിയാൽ ഞാനൊന്ന് നിങ്ങളോടും കൂടെ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.